LDFിൽ രണ്ടാമൻ CPI ആണ്. CPIക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേരുകളുണ്ടെങ്കിലും എല്ലാ ജില്ലകളിലും വലിയ സ്വാധീനം പറയാനില്ല. കൊല്ലം അവർക്ക് സ്വാധീനമുള്ളൊരു ജില്ലയാണ്. തൃശ്ശൂർ സ്വാധീനമുള്ളൊരു ജില്ലയാണ്. തിരുവനന്തപുരത്തും അത്യാവശ്യം സ്വാധീനമുണ്ട്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് തിരുവനന്തപുരത്തും അവർ പിടിച്ചു നിൽക്കുന്നു. ആ CPIയെ ഇപ്പോൾ മുന്നണിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്, UDFിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അതിൻ്റെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശ്. എന്തുകൊണ്ടായിരിക്കും അടൂർ പ്രകാശ് CPIയെ UDFിലേക്ക് ക്ഷണിച്ചത്? എന്താണ് CPIക്ക് അതിനുള്ള മറുപടി? ചേട്ടൻ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാമനാര് ആ തർക്കം LDFിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അത് CPI ആണോ കേരള കോൺഗ്രസ് ആണോ എന്ന രീതിയിലുള്ള വലിയ തർക്കങ്ങൾ നടക്കുന്നു. ആ തർക്കം മുതലെടുക്കുവാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം. കാരണം അവർ കുറച്ച് നാളുകളായി തന്നെ കേരള കോൺഗ്രസിനെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. കാരണം ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്, UDF എന്ന് പറയുന്നത് പൂർണ്ണമാകണമെങ്കിൽ കുഞ്ഞുമാണിയും അല്ലേ കുഞ്ഞാലിക്കുട്ടിയും ഉണ്ടെങ്കിൽ മാത്രമേ ആ UDF പൂർണ്ണമാകുകയുള്ളൂ. ഈ മൂന്ന് പാർട്ടികളും വേണം, കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും വന്നാൽ മാത്രമേ ആ പാർട്ടികൾക്ക് പൂർണ്ണമാകാൻ കഴിയുകയുള്ളൂ. അത് ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ അടൂർ പ്രകാശ് നീങ്ങുന്നത്. അടൂർ പ്രകാശ് അടക്കമുള്ള പുതിയ നേതാക്കൾക്ക്, ഇപ്പോൾ പുതുതായി KPCCയിൽ ചുമതല ഏറ്റെടുത്ത നേതാക്കൾക്ക് ഇടത് പാളയത്തിൽ നിന്നും പല പാർട്ടികളെയും തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. അതിന് അവർ വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ പൂർണ്ണമായി തന്നെ കേരള ചരിത്രത്തിൽ നിന്ന് തന്നെ മായാൻ പോവുകയാണ്. ആ രീതിയിലാണ്. കാരണം അതിന് മാതൃകയായി നിൽക്കുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭയിലേക്ക് നോക്കൂ. ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു അവിടുത്തെ പ്രതിപക്ഷം. ആ പ്രദേശത്തേക്ക്, ആ സ്ഥലത്തേക്ക് വളർന്നു കയറാൻ BJPക്ക് കഴിഞ്ഞതിന് പിന്നാലെ അവർ 3ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. അങ്ങനെ ചില മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം, പല നിർണായകം നിയമസഭയിൽ അത്തരം മണ്ഡലങ്ങളുണ്ട്. ഈ കോൺഗ്രസ് 3ാമതേക്ക് പോകുന്ന നിയമമണ്ഡലം, അവിടെ ഇനി ഏതെങ്കിലും കാലത്തേക്ക് അവർക്ക് 1ാമതോ 2ാമതോ എത്താൻ കഴിയുമോ? ആ രീതിയിലേക്കാണ് മാറ്റമുണ്ടാകുന്നത്. അത് ഈ കേരളം മുഴുവൻ മാറാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് എന്തായാലും അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള ഈ നേതാക്കൾ ശ്രമം നടത്തി വരുന്നതും. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ CPIയെ തങ്ങളുടെ പാളയത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. നാം ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് അടിയന്തരാവസ്ഥയുടെ 50 വർഷമാവുകയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് 50 വർഷമാവുകയാണെങ്കിൽ, നാം 50 വർഷം പിന്നോട്ട് പോവുകയാണെങ്കിൽ ആ സമയത്ത് ഇവിടെ ഭരിച്ചിരുന്നത് CPI ആണ്. CPIയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ മുന്നണിയാണ് നമ്മുടെ കേരളം ഭരിച്ചിരുന്നത്. ആ കാലത്തിൽ അവർക്ക് മുഖ്യമന്ത്രിയുണ്ട്, പല പ്രധാനപ്പെട്ട ചുമതലകളും പദവികളും ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ഇന്ന് ആ പാർട്ടിയുടെ അവസ്ഥ വലിയ രീതിയിൽ ദയനീയമായിട്ടുണ്ട് അല്ലെ. ചേട്ടൻ, വലിയേട്ടനായ CPMന്റെ അടിയും തൊഴിയും വാങ്ങി മാത്രമാണ് CPIക്ക് ആ പാർട്ടി നിൽക്കാൻ കഴിയുന്നത്. ആ തരത്തിൽ ദയനീയ അവസ്ഥയിലേക്ക് പോകുന്നത് അങ്ങനെ അത് ആ പാർട്ടിയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ആ പാർട്ടി നേതാക്കൾ, CPIയിലെ പാർട്ടി നേതാക്കൾ രംഗത്ത് വരികയാണ്. ഞങ്ങളെ ആ തെരഞ്ഞെടുപ്പിന് അവിടെ ആ ഏരിയയിൽ പോലും അടുപ്പിച്ചിട്ടില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ. അതെ, ഒരു ചിറ്റമ്മ നയമാണ് CPMന് CPIയോടുള്ളത്. കാരണം ആ CPMന്റെ തന്നെ സെക്രട്ടറി തീരുമാനിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിനോടോ അല്ലെങ്കിൽ കോൺഗ്രസിനോടോ പോലും അവർക്ക് ഇത്രയും ഒരു 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 അകൽച്ചയോ വെറുപ്പോ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഉത്തർപ്രദേശിലെ നാം കണ്ടിട്ടുണ്ട്, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് SP എല്ലാം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും, അവർ നടത്തും, SP നടത്തും, വേണമെങ്കിൽ മത്സരിച്ചു വേണം. അതുപോലെ മറ്റേ അവർ വീട്ടിന് പുറത്ത് നിർത്തിയിരിക്കും പോലെയാണ് ഈ LDFിൽ CPIയുടെ സ്ഥാനം. ഈ ദാസന്മാരോടും അടിമകളോടും ഒക്കെ പെരുമാറുന്ന പോലെയാണ്. ആ രീതിയിലാണ് എന്തായാലും CPIയുടെ അവസ്ഥ. പണ്ട് ഇവർക്കൊരു സുഹൃത്തു കൂടെ ഉണ്ടായിരുന്നു, ഇവരോടൊപ്പം പുറത്തു നിൽക്കാൻ കഴിയുന്ന ഒരു സുഹൃത്ത്, അതായിരുന്നു RSP. അവർ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ രക്ഷപ്പെട്ടതിന് ശേഷമാണ് പ്രേമചന്ദ്രൻ അവിടെ സീറ്റ് ലഭിക്കുകയും തുടർച്ചയായി അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുകയാണ്. പക്ഷേ MLA മാർ ലഭിക്കുന്നില്ലെന്നൊരു പരിമിതി മാത്രമാണ് അവർക്ക് ഇപ്പോൾ നിലവിലുള്ളത്. ചിലപ്പോൾ വരും തെരഞ്ഞെടുപ്പുകളിൽ ഒരു വലിയ തരംഗം ഉണ്ടാവുകയാണ്. 2026 UDFിന്റെ വലിയ തരംഗം ഉണ്ടാവുകയാണെങ്കിൽ RSPക്ക് ഉൾപ്പെടെ പല പാർട്ടികൾക്ക് MLA മാർ ലഭിക്കും. കൊല്ലം ജില്ലയിൽ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണല്ലോ നിലവിൽ പോകുന്നത്. അതെല്ലാം അറിയുന്നത് കൊണ്ടാണ് നിലവിൽ വലിയ രീതിയിൽ തന്നെ അവരുടെ രണ്ടാമത്തെ കക്ഷിയായി ആ തർക്കം നടക്കുന്ന CPIയെ തന്നെ തങ്ങളുടെ പാളയത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഈ CPMന്റെ തന്നെ CPIയുടെ തന്നെ ഈ പ്രമുഖരായ പല നേതാക്കളും പറയുകയാണ്, അവർക്ക് തുറന്നു പറയുന്ന ഒരു അവസ്ഥയാണ്, ഞങ്ങൾ കോൺഗ്രസ് മുന്നണിയിൽ ഉണ്ടായിരുന്ന
സമയത്ത് ഞങ്ങൾ വലിയ രീതിയിൽ സംഘടനാപരമായും അതോടൊപ്പം തന്നെ ഈ പദവികളുടെ നില നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല രീതിയിൽ പരിഗണന ഉണ്ടായിരുന്നു. പക്ഷേ CPM-ലേക്ക് വന്ന ശേഷമാണ് ഞങ്ങളുടെ പാർട്ടി വലിയ രീതിയിൽ തകരുന്നതെന്ന് പല നേതാക്കളും പറയുന്നത്. ഈ CPM അത്തരത്തിലാണ്. നാം ഉത്തരേന്ത്യയിലെ BJP-യുടെ ഒരു തന്ത്രമാണ് ഈ സഖ്യകക്ഷികളുമായി കൂട്ടുകൂടുകയും പിന്നീട് ആ പാർട്ടികളെ പൂർണ്ണമായി വിഴുങ്ങുന്നൊരവസ്ഥ നാം ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യയിൽ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയാണ് ഈ കേരളത്തിൽ CPM-ന്റെ പരിപാടി. ഈ ഉത്തരേന്ത്യയിൽ മറ്റേ ഈ പറഞ്ഞ പോലെ ഘടകകക്ഷികളെ വിഴുങ്ങുന്നത് മാത്രമല്ല, എതിർ ശത്രുപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസിനെ തന്നെ BJP വിഴുങ്ങുന്ന കാഴ്ച നമ്മൾ പലയിടത്തും കണ്ടു. അല്ല, ആ രീതിയാണ് എന്തായാലും കേരളത്തിലും CPM നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൽ RSP വലിയ രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പതുക്കെ അവരുടെ സീറ്റുകൾ പലതും നേടിയെടുക്കുക എന്നത് ഈ ശ്രമം നടത്തുന്നത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണല്ലോ ഈ മുസ്ലിം ലീഗ് എന്തൊക്കെ പ്രലോഭനം ഉണ്ടായിട്ടും LDF-ലേക്ക് പോവാതെ UDF-ൽ തന്നെ പിടിച്ചു നിൽക്കുന്നു. നോക്കൂ, പ്രതിപക്ഷത്തിരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. പക്ഷെ എന്നാലും എന്തുകൊണ്ട് അവർ LDF-ലേക്ക് പോകുന്നില്ല? LDF-ലേക്ക് പോകാൻ വലിയ സമ്മർദ്ദമുണ്ടായി. EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ വലിയ തോതിൽ മുസ്ലിം ലീഗിനെ ക്ഷണിച്ചു. എന്താ പറയുക, പച്ചപ്പരവതാനി വിരിച്ച് തന്നെ ക്ഷണിച്ചു. പക്ഷേ ലീഗ് ഞങ്ങൾക്ക് UDF മതി എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് UDF-ൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണിത്. അല്ല, അതോടൊപ്പം തന്നെയാണ് ചേട്ടാ സൂചിപ്പിച്ചത് കൊണ്ട് പറയുകയാണ്, ഈ രാഷ്ട്രീയ കേരളം തന്നെ ഇപ്പോൾ ഞെട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് മാണി കോൺഗ്രസ് LDF-ൽ നിൽക്കുന്നത് എന്നാണ്. കാരണം ഈ അവർക്ക് എപ്പോഴും അധികാരമാണല്ലോ ആവശ്യം. അധികാരം മാത്രമല്ല, എല്ലാം ഞങ്ങളുടെ കയ്യിൽ വേണം. ഇപ്പോൾ UDF-വുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകും, മുസ്ലിം ലീഗാണ് മുഴുവൻ നിയന്ത്രണവും, കോൺഗ്രസ് ഒരു രണ്ടാമത്തെ കക്ഷിയായി ഞങ്ങളാണ് പ്രധാനപ്പെട്ട ആളെന്ന് പറയുമ്പോൾ പക്ഷെ പുറകിലിരുന്ന് കംപ്ലീറ്റ് ചരട് വലിക്കും. അതാണ് ഞാൻ തുടക്കം പറഞ്ഞത്. 2011 ഉമ്മൻചാണ്ടിയുമായി ആ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഏതാണ് കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണ് ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നത്, അല്ലെ? അതെ, കുഞ്ഞുമാണി. അല്ല, അന്ന് തന്നെ UDF-ൽ ഒരു ചർച്ചയുണ്ടായി, UDF-ലെ രണ്ടാമൻ ആരാണ് എന്ന്. അപ്പോൾ അന്ന് PK കുഞ്ഞാലിക്കുട്ടി വളരെ സമർത്ഥമായിട്ട് പറഞ്ഞു, അങ്ങനെ UDF-ൽ ഒരു ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ ഇല്ല, UDF ഒറ്റക്കെട്ടാണ്. പിന്നെ പ്രായം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും മാണിസാറിനെ ഞാൻ മാണിസാർ എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? വളരെ സമർത്ഥമായിട്ടാണ് കുഞ്ഞാലിക്കുട്ടി അത് കൈകാര്യം. കാരണം ഒരു കാലത്ത് മധ്യ കേരളം മുഴുവൻ കയ്യിലാക്കിയിരുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഇപ്പോഴാണ് ദയനീയമായി തന്നെ ആ പാർട്ടി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്, അല്ലേ? ആ രീതിയിൽ തന്നെ അത്രയ്ക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ആ രീതിയിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടല്ലോ. ഈ അടൂർ പ്രകാശും സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ളവർ ഈ ചുമതല ഏറ്റതിന് ശേഷം പറഞ്ഞ ആദ്യ പ്രതികരണം ഇതാണ്: നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം UDF-ന്റെ വിപുലീകരണമാണ്. കേരള കോൺഗ്രസ് അടക്കമുള്ള പല പാർട്ടികളെയും തങ്ങളുടെ പാളയത്തിൽ എത്തിക്കണമെന്ന് അവരുടെ ഒരു ചിന്തയുണ്ട്. അതിനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമെന്നത് കണ്ടറിയാൻ കഴിയുമെന്നും നാം പറയുമ്പോൾ ഇപ്പോൾ നിലമ്പൂരിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർ പല പാർട്ടികളും നോക്കിക്കാണാനിരിക്കുന്നത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. ആ കാലത്ത് ആ സമയത്തും UDF വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ ഈ CPI ഉൾപ്പെടെയുള്ളവർ മറുകണ്ണം ചാടും. കാരണം ഈ തമിഴ്നാടിന് കേരളത്തിൽ മാത്രമാണ് ഇവർക്ക് ഈ ഐത്തമുള്ളത്, തമിഴ്നാട്ടിലില്ല. മുഴുവൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ സഖ്യമാണല്ലോ, CPI-യും. മാത്രമല്ല കോൺഗ്രസിന്റെയും മറ്റും ദയാദാക്ഷിണ്യത്തിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്, ഇടതു പാർട്ടികളെല്ലാം. അതുകൊണ്ട് തന്നെ കേരളത്തിലും അത്തരം സഖ്യം പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.